السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. بسم الله بابنا وتبارك حيتاننا وياسين سقفنا كافها يا عين صاد كفايتنا حميم عين سين قاف حمايتنا وسيكفيكهم الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وأبي عبيدة وابن عوف الأشيد الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, മറ്റ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുവജന സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മുടെ ശിഷ്ടകാല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലും ബറക്കത്തിലുമാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയതായ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ വാരിയൊഴുകുന്നതായ ഈ സദസ്സ് അല്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിന് വിരാമം ഇടുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, റബീഇന്റെ പൊന്നമ്പളി വാനികജിച്ചത് മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളും അവിടുത്തെ മദ്ഹുകളും ഗദ്യമായും പദ്യമായും പല രൂപത്തിലും അദ്ദേഹത്തിന്റെ അവിടുത്തെ ജീവിതം, അവിടെ ജീവിച്ചു കണ്ടതായ ആ ശരീരയുടെ എല്ലാ കാര്യങ്ങളും ഓരോ രൂപത്തിൽ, വ്യത്യസ്തമായ രൂപത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ അവസാനം വരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് അന്തരീക്ഷമാകെ മുഖരിതമാകുകയാണ്. അതാണ് റബീഉൽ അവ്വൽ ഒന്നാമത്തെ വസന്തം. തുടർന്ന് കടന്നു വരുന്നതായ രണ്ടാമത്തെ വസന്തത്തിലോ ശൈഖുൽ അബ്ദുൽ ഖാദിർ ജീലാനി
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് നിറമാർന്നതായ സദസ്സുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനും ആ റസൂൽ കാണിച്ചു തന്നതായ പാത പിൻപറ്റി ജീവിച്ച ആദരവായ മഹാത്മാക്കളിൽ ഉന്നത സ്ഥാനം കൈവരിച്ച ശൈഖുൽ മശായിഖ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ ഫൈളെല്ലാം നമുക്ക് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചതായ മാസം വരുമ്പോൾ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? സന്തോഷമാണ് മുഅ്മിനീങ്ങൾക്ക്. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചത്. ഫൽയഫ്റഹൂ, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നതായ സമയത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ സന്തോഷിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ലോകത്തേക്ക് കടന്നു വന്ന അനുഗ്രഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബില്ലെങ്കിൽ നാമില്ല, ആ ഹബീബില്ലെങ്കിൽ ഈ ലോകമില്ല, ആ ഹബീബില്ലെങ്കിൽ സർവചരാചരങ്ങളില്ല. ഹബീബ് അങ്ങ് കാരണമായിട്ടാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ ഹബീബിനെ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക? ആ ഹബീബ് ജനിച്ചതായ മാസം വരുമ്പോ, ജനിച്ചതായ ദിവസം വരുമ്പോ എങ്ങനെയാണ് നാം സന്തോഷിക്കാതിരിക്കുക? ആ സന്തോഷം രേഖപ്പെടുത്തലാണ്, അവിടുത്തെ മദ്ഹുകൾ പറയലാണ്, അവിടുത്തെ ആദരിക്കലാണ്, അവിടുത്തെ മദ്ഹുകൾ പാടിപ്പറയലാണ്, അവിടുത്തെ ചര്യകൾ എല്ലാവരും അനുധാവനം ചെയ്യലാണ്. ആ ഹബീബിനോടുള്ള സ്നേഹം നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശപിച്ചിട്ടുണ്ടല്ലോ. നരകത്തിലെ ഉന്നതമായ ഒരു സീറ്റ് നൽകപ്പെട്ടുകൊണ്ട് ശപിച്ചതായ ശാപത്തിന്റെ വാക്കുകൾ ചെറിഞ്ഞതായ ഒരാളുണ്ടല്ലോ. സൂറത്തുൽ മസദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവരിക്കുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പേരെടുത്ത് ശപിച്ചതായ അബൂലഹബിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. ആരായിരുന്നു അബൂലഹബ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യനായിരുന്നല്ലോ അബൂലഹബ്. അല്ലാഹുവിന്റെ റസൂൽ യതീമായി വളർന്നു വരുന്നതായ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സർവ്വവിധത്തിലുള്ള സംരക്ഷണവും നൽകേണ്ടതായ ആ അബൂലഹബ് അല്ലാഹുവിന്റെ ഹബീബിനെ എത്രമാത്രമാ ദ്രോഹിച്ചത്, എത്രമാത്രമാ കഴിച്ചത്, എത്രമാത്രമാ കല്ലെടുത്തെറിഞ്ഞത്, എത്രമാത്രമാ ആക്ഷേപിച്ചത്. ആ ആക്ഷേപത്തിന്റെ സ്വരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആ അബൂലഹബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അതാ പറയുകയാ, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയതാ സഫാ മലയിൽ കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്നതായി വസ്തുക്കളൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകദൈവമായ അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവിന്റെ ഹബീബാണ്, റസൂലാണ് ഞാൻ.
അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലും അന്റെ റസൂലായ എന്നിലും വിശ്വസിക്കണേ. നിങ്ങൾ ആരാധിക്കുന്നതായി ഈ ബിംബങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വരണേ എന്ന് വിശ്വവിമോചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഫാ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ അബൂലഹബ് ചോദിക്കുകയാണ്, ഏ മുഹമ്മദ്, ഇതിന് വേണ്ടിയാണോ നീ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിന് വേണ്ടിയാണോ നീ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? മുഹമ്മദ്, നീ നശിച്ചു പോകട്ടെ. അതേ വാക്ക് 2 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെതിരെ ഉപയോഗിച്ചത്. അബൂലഹബ് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് 1 പ്രാവശ്യം ഉപയോഗിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെതിരെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബ്, മുഹമ്മദിനല്ല നാശം, നിനക്കാണത് നാശമെന്ന് തബ്ബത്ത് സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാ. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബിനെ ആദരിച്ചില്ല. അവിടുത്തെ മുഖത്ത് നോക്കിക്കൊണ്ട് ശാപത്തിന്റെ വാക്കുകൾ ചൊരിഞ്ഞപ്പോ നരകത്തിന്റെ ആഴത്തട്ടിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെ തള്ളിവിടുന്നതെങ്കിൽ പിന്നീടുള്ള അബൂലഹബിന്റെ ജീവിതം എങ്ങനെയാ? വളരെ പ്രയാസത്തിലായി തീരുകയാ. ആ മനുഷ്യന്റെ മരണം എങ്ങനെയായിരുന്നു? ആരാരും കണ്ടാലറക്കുന്ന വെറുക്കുന്ന ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ, ഒരു മനുഷ്യൻ പോലും ചെന്ന് നോക്കാതെ ദുർഗന്ധം വഹിക്കുന്നതായ ഒരു മാരകമായ രോഗം പിടിപെടുകയാണ്. അദ്ദേഹത്തെ എങ്ങാനും ശുശ്രൂഷിക്കാൻ പോയി കഴിഞ്ഞാൽ ആ രോഗമെങ്ങാനും പടർന്നു പിടിക്കുമോ? ആ രോഗമെങ്ങാനും ഈ നാട്ടിൽ പടർന്നു പിടിക്കുമോ എന്ന ഭയം കാരണം അദ്ദേഹത്തെ എല്ലാവരും ഒഴിവാക്കുകയാ. ചീനനാറുന്ന മണമായി കൊണ്ട് അബൂലഹബ് വളരെയധികം നരകയാതന അനുഭവിക്കാനുള്ള കാരണം എന്താ? ഹബീബിന്റെ മുഹബ്ബത്ത് നോക്കിക്കൊണ്ട് മുഹമ്മദ് നിനക്ക് നാശമെന്ന് പറയാനുള്ള ആ നാവിന്റെ തൊലിക്കട്ടി, ആ നാവിന്റെ തൊലിക്കട്ടിയതാ ചീനനാറുകയാണ്. അങ്ങനെയാണ് അബൂലഹബിന്റെ അന്ത്യമുണ്ടാകുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നല്ലോ, ഒരുപാട് മക്കളുണ്ടായിരുന്നല്ലോ. ആരും അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നില്ല, ഒന്നും അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നില്ല. മക്കൾ ഉപകാരപ്പെട്ടില്ല, സമ്പത്ത് ഉപകാരപ്പെട്ടില്ല. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചീഞ്ഞളിഞ്ഞ ശരീരവുമായി അബൂലഹബ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ ശവം മൂടാൻ ആളുണ്ടോ? ശവം ഒന്ന് ദഹിപ്പിക്കാൻ ആളുണ്ടോ? ശവം മറമാടാൻ ആളുണ്ടോ? ഇല്ല. നായ ചത്തുകിടക്കുന്നത് പോലെ ദുർഗന്ധമിച്ചുകൊണ്ട് ചത്തുകിടക്കുന്നതായ ആ മനുഷ്യന്റെ ശരീരം ആരൊക്കെയോ ചേർന്നുകൊണ്ട് വലിയ ഒരു തോട്ടി ഉണ്ടാക്കിക്കൊണ്ട് ആ തോട്ടി കൊണ്ട് ഉന്തിക്കൊണ്ടുപോയി ഏതോ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് മറവ് ചെയ്തതെങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മൂത്താപ്പയല്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവനല്ലേ? എന്നിട്ടും എന്തേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഒരൊറ്റ കാര്യം മാത്രം, ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കേണ്ട കാര്യമാ. ആ വിശ്വാസം ശരിയാവാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ഏതൊക്കെ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചോ. അവിടുത്തെ ജന്മദിനത്തിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചോ. അവിടുത്തെ മധുഹുകൾ പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചോ. സന്തോഷം പ്രകടിപ്പിക്കാൻ ഇന്ന രൂപമേ പറ്റൂ എന്ന് ഒരു ഹദീസിലോ ഒരു ഖുർആനിന്റെ വിശദീകരണത്തിലോ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരമുള്ളതായ ഒരു സദസ്സാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല നാം സ്നേഹിക്കുന്നത്, ദിവസവും നാം എല്ലാ സമയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തും സലാമും വർഷിച്ചുകൊണ്ടിരിക്കുക. പള്ളികളിൽ നിന്ന് മുഴങ്ങുന്നതായ ബാങ്കുലികൾ, നിസ്കാരം, അങ്ങനെയുള്ളതായ എല്ലാ കാര്യങ്ങളിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരമുള്ളതായ സദസ്സുകൾ നല്ലതായ രൂപത്തിൽ നടത്താനും അതുപോലെ തന്നെ അതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. ഇതോടുകൂടി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.